ഒരിക്കൽ ഒരു സിനിമാ തിയേറ്ററിൻ്റെ പുറത്ത് ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരു പോസ്റ്റർ പതിക്കുകയുണ്ടായി. ഇന്നത്തെ എല്ലാ പ്രദർശനത്തിന് മുന്നിലും 10 മിനിറ്റ് ദൈർഘ്യമുള്ള അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പോസ്റ്റർ കണ്ട സിനിമ കാണാനെത്തിയ എല്ലാവരും പ്രദർശനത്തിൻ്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ തിയേറ്ററിനകത്ത് കയറിയിരുന്നു. ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നായതിനാൽ വളരെ ആകാംക്ഷയോടെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. അങ്ങനെ സ്ക്രീനിനകത്ത് അണിയറ പ്രവർത്തകരുടെ പേരൊക്കെ എഴുതി കാണിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിം തുടങ്ങി ആദ്യത്തെ സീൻ തന്നെ ഒരു സീലിംഗ് ആയിരുന്നു കാണിച്ചത്. കഥ എങ്ങോട്ടാണ് ഇനി പോകുന്നതെന്നറിയാൻ എല്ലാവരും സ്ക്രീനിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ പ്രദർശനം തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടും അതേ സീലിംഗ് തന്നെയായിരുന്നു സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കൊക്കെ ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങി. ഇതെന്താണ്, തുടങ്ങിയിട്ട് 5 മിനിറ്റായിട്ടും ഇതേ സീലിംഗ് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മിക്കവാറും സ്റ്റക്കായിട്ടുണ്ടാവാനാണ് സാധ്യത, അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് 6 മിനിറ്റ് ആവുന്നു, 6 മിനിറ്റ് 7 മിനിറ്റ് ആവുന്നു, 7 മിനിറ്റ് 8 മിനിറ്റ് ആവുമ്പോഴും സ്ക്രീനിൽ അതേ സീലിംഗ് തന്നെയായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് ജനങ്ങൾ വളരെ ദേഷ്യത്തോടെ പറയാൻ വേണ്ടി തുടങ്ങി, ആരാണ് ഈ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കിയത് പോട്ടെ, ആരാണ് ഈ ഷോർട്ട് ഫിലിമിനെയൊക്കെ അവാർഡിനായി പരിഗണിച്ചത്? ആ ജൂറിനെ പറഞ്ഞാൽ മതി. അങ്ങനെ ജനങ്ങളൊക്കെ വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്ക്രീനിൽ നിന്നും ക്യാമറ മെല്ലെ താഴോട്ട് വരികയാണ്. അങ്ങനെ താഴെ ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയായ ഒരു വ്യക്തിയെ അവിടെ കാണിക്കുകയാണ്. നട്ടലിനെന്തോ പരിക്ക് പറ്റിയിട്ട് വളരെ പ്രയാസത്തോടെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിമുട്ടിക്കൊണ്ട് കിടക്കുകയാണ് അദ്ദേഹം അവിടെ. ഈ ഒരു രംഗം കാണിച്ചതിന് ശേഷം ക്യാമറ വീണ്ടും അതേ സീലിംഗിലേക്ക് തന്നെ ഉയർത്തുകയുണ്ടായി. ഉടനെ സ്ക്രീനിൽ ഇപ്രകാരം എഴുതി കാണിക്കാൻ വേണ്ടി തുടങ്ങി, കേവലം 8-9 മിനിറ്റ് ഇതേ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സാകെ വേദനിച്ചു അല്ലേ? നിങ്ങൾക്ക് ദേഷ്യം വന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് കളയാനും തോന്നി അല്ലേ? എന്നാൽ നിങ്ങൾ ഈ കണ്ട രോഗിയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കട്ടിലിൽ കിടക്കേണ്ട ഒരാളാണ് അദ്ദേഹം. ഓരോ ദിവസവും കാണുന്നത് ഇതേ കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് എത്രത്തോളം ഭാഗ്യവാനാണ് നിങ്ങളെന്ന് ചിന്തിക്കുക. ഇങ്ങനെ കുറിച്ചിട്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം അവസാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായേക്കാം, പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, വളരെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, തൊട്ട് മുന്നേ നമ്മൾ കണ്ട ആ ഒരു രോഗിയുടെ അവസ്ഥയിലായിരുന്നു നമ്മളെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാതെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഇഷ്ടപ്പെട്ടവരുമായി സംസാരിക്കാനോ സാധിക്കാതെ ആ ഒരു സീലിംഗ് തന്നെ കണ്ട് ആ ഒരു കട്ടിലിൽ ഇങ്ങനെ ജീവിതാവസാനം വരെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ചിന്തിക്കുക? നമ്മൾ ഇന്നത്തെ കണ്ടീഷൻ പോലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനും എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്നായിരിക്കും. അത് തന്നെയായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഡ്രീമായിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാനും നടക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. നമുക്കുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. എല്ലാവർക്കും മനസ്സ് തളരാതെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.